പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ട് എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ ജനമേ, ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിനൊരു അനർത്ഥവും സംഭവിക്കത്തില്ലെന്ന് ആരംഭത്തിലെ അപ്പയുടെ നാമത്തിന് ഉറപ്പ് നൽകിയ പടിവാതുക്കൽ വരെ മരണം വന്നു കയറി എന്ന് പറയുന്ന തലത്തിൽ ലോകത്തിൽ പലതും വെളിപ്പെട്ടാലും നിന്റെ ഹല്ലേലൂയ കോമ്പൗണ്ടിനകത്തോട്ട് ദുഷ്ടനെ കയറുവാൻ അനുവാദം കൊടുക്കാത്ത ഒരുവനെ പറ്റി അകത്തൊരു ഉറപ്പുണ്ടാകട്ടെ. മരണത്തെ ജയിച്ചവൻ, പാതാള ഗോപുരങ്ങളെ തകർത്തവൻ, അവൻ എന്റെ അപ്പ, എന്റെ യേശു അപ്പ, എന്റെ ദൈവം. ദൈവത്തിന്റെ നാമത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഹല്ലേലൂയ ഈ പ്രാരംഭ നിമിഷം ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഇത്ര ഉറപ്പന്ന ഈ യേശു ദൈവമാണെന്ന് പറയുവാൻ. ഹല്ലേലൂയ. പിതാവ് പുത്ര പരിശുദ്ധാത്മാവിൽ നിനക്ക് വിശ്വാസമില്ല. ഉണ്ട്, പിതാവ് പുത്ര പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നവനെയാണ് ഞാൻ. ഹല്ലേലൂയ. ആ മൂന്ന് ആളത്വങ്ങളെയും ഒന്നിച്ച് ഒരുവനിൽ ഞാൻ കാണുകയാണ്. അത് യേശു അപ്പയെ ഞാൻ കാണുന്നു. ഹല്ലേലൂയ. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. സ്തോത്രം. ഞാനിതാ പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് പോകുന്നു. ഞാൻ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി അയക്കുന്നു. ആ കാര്യസ്ഥൻ മുഖാന്തരം മാത്രമേ നിങ്ങൾക്ക് ഈ ദൈവത്തെ പറ്റി ബോധ്യം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി, ഇന്ന് അപ്പയുടെ നാമത്തിൽ നിങ്ങൾ ഏത് സമയമാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആ സമയത്ത് ഹല്ലേലൂയ അപ്പയുടെ നാമത്തെ പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ ഒരു ഇൻഡെപ്ത് ടച്ച് നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഇരിക്കുന്നിടത്ത് അഭിഷേകത്തിന്റെ തീ ഇറങ്ങി നിങ്ങളുടെ ഹൃദയത്തിലെ കടുപ്പങ്ങൾ വിട്ടുമാറി ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ നിറയപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പാപത്തിന്റെ ശക്തിയിൽ നിന്നും തിന്മകളിൽ നിന്നും ഒരു മോചനം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഈ ഭൂമണ്ഡലത്തിൽ ചിലത് നടക്കുവാൻ പോകുന്നു. വചനമായ എന്റെ അപ്പ വെളിപ്പെടാൻ സമയമായിരിക്കുന്നു. ആരാണ് ഈ വചനമായ എന്റെ അപ്പ? വെളിപ്പാട് പുസ്തകം റെവലേഷൻ 19-ാം അധ്യായം അതിന്റെ 11, 12, 13 വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധ വെച്ച് കേൾക്കാം. വായിച്ചാൽ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കേട്ടോ, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഇത് കഴിഞ്ഞ ദിവസങ്ങളില് ഹല്ലേലൂയ ഇതിന്റെ ഞാൻ സന്ദേശത്തെ വിശ്വാസ ജനങ്ങളിലേക്ക് കൈമാറിയതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഹല്ലേലൂയ. സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. കുതിരപ്പുറത്തൊരുവൻ ഇരിപ്പുണ്ട്. ഇരിക്കുന്നവന് എന്താണ് പേർ? വിശ്വസ്തനും സത്യവാനും. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ നീതിയോടെ വിധിക്കും. അവന്റെ മറ്റൊരു പ്രത്യേകമാണ്, അവൻ വിധിക്കുന്നതിനെന്നറിയോ? നീതിയോടെ വിധിക്കുകയും ഹല്ലേലൂയ പോരാടുകയും ചെയ്യുന്നു. ഓക്കെ, 12-ാമത്തെ വാക്യം. അവന്റെ കണ്ണ് അഗ്നിജ്വാല. ഹല്ലേലൂയ. അവന്റെ കണ്ണിന്റെ പ്രത്യേകത എന്നറിയോ? അവന്റെ കണ്ണെങ്ങനെ ഇരിക്കുന്നത്? തീ പോലെ, അഗ്നിജ്വാല പോലെ ഇരിക്കുന്നു. ഹല്ലേലൂയ. തലയിൽ അനേകം രാജമുടികൾ. ബാക്കി വായിച്ചാട്ട്. അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. 13-ാമത്തെ വാക്യം. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വസ്ത്രം ചുമന്ന് ഹല്ലേലൂയ ചോര പോലെയായിരിക്കുന്നത്, രക്തം പോലെയായിരിക്കുന്നു. കാരണം അവന്റെ വസ്ത്രത്തിൽ രക്തം തളിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അവന് ദൈവവചനം എന്ന് പറയുന്നു. ഹല്ലേലൂയ. ഈ ദൈവവചനമായവനെ ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതു മേഖലയാണോ ആ മേഖലയ്ക്ക് ദൈവവചനമായവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. അതിന്റെ 5-ാമത്തെ വാക്യം. അതിന് 1 മുതൽ 5 വരെ വായിച്ചാട്ട്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1 മുതൽ 5 വരെ. ആദിയിൽ വചനമുണ്ടായിരുന്നു. ആരെപ്പറ്റി നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചത്?
വചനമായവൻ കുതിരപ്പുറത്ത് വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തുടങ്ങുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിൾ ഇതുവരെ പഠിക്കാത്തവരും അറിയാത്തവരോട് ഞാൻ പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഇത് 4 സുവിശേഷങ്ങളിൽ വ്യത്യസ്തമായൊരു സുവിശേഷമാണ് ഈ യോഹന്നാന്റെ സുവിശേഷം. എല്ലാ സുവിശേഷങ്ങളെ ആദ്യത്തെ അധ്യായം വംശാവലികളെ പറ്റി വർണ്ണന കൊടുത്തിരിക്കുമ്പോൾ ഹല്ലേലൂയ, യേശു സാക്ഷാൽ ദൈവമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്തില്ല, വ്യർത്ഥമായ വംശാവലിയെ പറ്റിയുള്ള ഒരു വലിയ നീണ്ട ചിത്രം കാണാൻ കഴിയുന്നില്ല. ഓക്കെ, വായിച്ചാട്ട. വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ. 2 വ്യക്തിത്വങ്ങൾ, 2 ആളത്വങ്ങൾ വരികയാണ്. പിതാവായ ദൈവം, പുത്രനായ ദൈവം. ഹല്ലേലൂയ. വായിച്ചാട്ട. ദൈവത്തോടുകൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരമുളവായി. അവനെ കൂടാതെ അല്ല ഒന്നും ഉളവായത്. ആ സകലത് ഉളവായത് എങ്ങനെയാ? വചനമായ ദൈവം മുഖാന്തരം അത്രേ സകലതും ഉളവായത്. അല്ല. ഓക്കെ, എത്രാമത്തെ വാക്യം വായിച്ചേ? 3-ാമത്തെ വാക്യം. 4-5 വേഗം വായിക്കാം. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ഹല്ലേലൂയ. ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അതിനകത്ത് വാക്ക് തരുന്നതല്ലേ, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല, വെളിച്ചമായിരുന്നു. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകത്തിന്റെ തുടക്ക പുസ്തകമാണേത്. ഇന്ന് അറിയാൻ വയ്യാത്തവരോടാണ് ഒന്ന് സൂചിപ്പിച്ചു വിടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ വ്യക്തിപരമായി അറിയുന്നവർ, അല്ലെങ്കിൽ ഹല്ലേലൂയ ദൈവ നിഷേധ തീയതികളൊക്കെ ചിന്തിക്കുന്നവർ, അല്ലെങ്കിൽ എന്റെ കൂടെ അങ്ങനെ ഒന്നൊക്കെ ആയവരൊക്കെ പലരും കാണുന്നുണ്ടല്ലോ. അവരൊക്കെ പറയാൻ വേണ്ടി പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ഹല്ലേലൂയ വചനത്തിൽ എഴുതിയിരിക്കുന്നു, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ഭൂമിയെ ദൈവം ഉണ്ടാക്കി ഇന്നതുപോലെ ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, അതിന്റെ ഇരുട്ടുകൊണ്ട് നിറയപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ ഇരുട്ടിന്റെ നടുവിലേക്ക് അവൻ എന്ത് ചെയ്യുന്നു? വെളിച്ചത്തെ അയക്കുകയാണ്. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് അവൻ കൽപ്പിച്ചു. സ്തോത്രം. അപ്പൊ പാഴും ശൂന്യമായി എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് വേറെ ചില അവസ്ഥകൾ ഉണ്ടായിരുന്നു. സ്തോത്രം. ആദാമിനും ഹവ്വയ്ക്കും മുമ്പ് ഈ ഭൂമിയിൽ ചിലതുണ്ടായിരുന്നു. അതിനെ പാഴും ശൂന്യവുമാക്കി അവൻ മാറ്റി എന്ന് അതിന് മറ്റൊരു നിർവചനം കൊടുക്കാവുന്നതാണ്. ഹല്ലേലൂയ. ആദാമിനും ഹവ്വയ്ക്കും മുൻപേ, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന സസ്യലതാദികളും ഹല്ലേലൂയ വൃക്ഷങ്ങളും ഹല്ലേലൂയ മത്സ്യങ്ങളും പറവകളും ഒക്കെ ഇന്ന് നമ്മൾ കാണുന്ന പലതും ഹല്ലേലൂയ ഇല്ലാതിരുന്ന, അതിൽ ഇതൊന്നും അല്ലാതെ മറ്റെന്തൊക്കെയോ ആയിരുന്ന ഒരു ഭൂമി ഉണ്ടായിരുന്നു. ആ ഭൂമിയെ സർവശക്തനായ സർവത്തിന്റെ ഉടമസ്ഥനായ തമ്പുരാൻ പാഴും ശൂന്യവുമാക്കി മാറ്റി. ആ പാഴും ശൂന്യമായ ഭൂമിയിലേക്ക് പിന്നെയും അവന്റെ കൈ ചലിക്കുകയാണ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് അവൻ കൽപ്പിച്ചു. ഹല്ലേലൂയ. നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പ്രകാരം വായിച്ചു, വെളിച്ചത്തെ പിടിച്ചടക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? ഇരുട്ടിന് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരുട്ടിന്റെ ശക്തിയെ മാറ്റുന്നതിന് വേണ്ടി വെളിച്ചമായവൻ ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ. ആ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരാം. അതിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 14-ാമത്തെ വാക്യം. വചനം ജഡമായി തീർന്നു. എന്ത് ചെയ്തു? ഈ വചനം എന്ത് ചെയ്തു? ജഡമായി, എന്നെയും നിങ്ങളെയും പോലെ ജഡമായി രൂപമായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതിനെപ്പറ്റി പറയുന്നത് യേശു. ഹല്ലേലൂയ. 18-ാമത്തെ വാക്യം. അതിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ്. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. 18-ാമത്തെ വാക്യം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. കേട്ടോ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിന്നെ ദൈവം ആരെന്ന് എങ്ങനെ വെളിപ്പെട്ടത്? പിതാവിന്റെ ബാക്കി വായിച്ചേ. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ പിതാവിനെ വെളിപ്പെടുത്തിയത് ആരാണ്? പുത്രൻ. പുത്രനാണ് വചനമാകുന്ന ദൈവം. പിതാവായ ദൈവത്തെ അറിഞ്ഞവൻ ഒരുവനേ ഉള്ളൂ, അതിപുത്രനായ ദൈവമത്രേ, വചനമായ ദൈവമത്രേ. ആ വചനം നിന്റെ ജീവിതത്തിൽ ചിലത് ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന്റെ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ തന്നെ
5-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം നമുക്കൊന്ന് എടുക്കാം. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 36-ാമത്തെ വാക്യം. യേശുവേ ആരാധന. യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. പിതാവിനിക്ക് അനുഷ്ഠിപ്പാൻ യേശു കർത്താവ് സ്നാനപ്പെടാൻ ഹല്ലേലൂയ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുവാനായി കടന്നു വന്നപ്പോൾ യോഹന്നാൻ ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ? ദൈവത്തിന്റെ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാണ്. ഓക്കെ, യേശു അപ്പൊ തന്റെ വാമൊഴിയ പറയുകയാണ്. എന്താ പറയുന്നത്? അതായത് യോഹന്നാൻ 5:36, എനിക്കോ യോഹന്നാനേക്കാളും വലിയ സാക്ഷ്യം എന്നെ മേളിലുണ്ട്. എനിക്ക് മനുഷ്യരുടെ സാക്ഷ്യമൊന്നും ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ യോഹന്നാന്റെ സാക്ഷ്യം കേട്ട എന്റെ പുറകില് ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് എന്നെ പറ്റി യഥാർത്ഥത്തിൽ സാക്ഷ്യം പറയുന്ന ഒരുവനുണ്ട്. വായിച്ചാട്ട് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവർത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ. പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവർത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ. പിതാവിനെ അയച്ചുവെന്ന് എന്നെക്കുറിച്ച് സാക്ഷീകരിക്കുന്ന എന്നെ അയച്ച പിതാവ് താനും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന ഒരുവനുണ്ട്, എന്റെ പിതാവ്. ഹല്ലേലൂയ. ഈ പിതാപുത്ര ബന്ധമാണ് ഈ കൊടുക്കുന്നത് കേട്ടോ. സർവശക്തനായ യേശു അപ്പ തന്റെ പിതാവായ ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കുക. ഹല്ലേലൂയ. അപ്പൊ ആ പിതാവിനെ വെളിപ്പെടുത്തി തരികയാണ് ആര്? പുത്രനായ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, അതിന്റെ 18-ാമത്തെ വാക്യം, അതിന്റെ 5:36 വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 8 മുതൽ 12 നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. അപ്പൊ ഫിലിപ്പോസിനോട് എല്ലാവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തിനെ പറ്റി പറയുക? യേശു ആരെ പറ്റി പറയുക? പിതാവായ ദൈവത്തെ പറ്റി പറയുക. ഹല്ലേലൂയ. എന്നെ അയച്ച എന്റെ പിതാവ്, ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ. ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഹല്ലേലൂയ ഫിലിപ്പോസ് ചോദിക്കുക, ഈ പിതാവിനെ ഒന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട, പിതാവിനെ ഒന്ന് കാണിച്ചു തരണം. ഒത്തിരി കാലമായിട്ട് കേൾക്കുന്നുണ്ട് പിതാവ്, ഈ പിതാവിനെ ഒന്ന് കാണിച്ചു തരണം. ഓക്കെ, യേശു പറയണം, ഞാൻ ഇത്രക്കാലം നിന്റെ കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ എന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ എന്റെ അപ്പ ചോദിക്കുകയാണ്. ഒത്തിരി നാളെ വിശ്വാസത്തിലാണെന്നും അല്ലെ ദൈവത്തെ അറിഞ്ഞവളാണ് എന്നൊക്കെ ഭാവത്തിലിരിക്കുന്ന വ്യക്തിയോട് എന്റെ അപ്പ ചോദിക്കുകയാണ്, ഇത്ര എക്കാലം ഞാൻ നിന്റെ കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ? ഇവിടെ പേരെടുത്ത് ചോദിക്കുകയാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിതാവിനെ കണ്ട ഒരുവനേ ഉള്ളൂ പുത്രൻ. അല്ലേ? ഹല്ലേലൂയ. പിതാവ് എന്താണെന്ന് ഭൂമണ്ഡലത്തിൽ വെളിപ്പെടുത്തി തന്നവൻ ഒരുവനേ ഉള്ളൂ, അത് യേശുവ മാത്രം. ഹല്ലേലൂയ. പിതാവിനും ഹല്ലേലൂയ മനുഷ്യനും മധ്യസ്ഥനായി ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് യേശു കർത്താവ് മാത്രം. ഹല്ലേലൂയ. വായിച്ചാട്ടെ. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? പിതാവിനെ ഞാൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ്, ഞാൻ എന്താണോ അതാ പിതാവ്. പിന്നെ നിനക്ക് എങ്ങനെ പറയാൻ കഴിയും പിതാവിനെ കാണിച്ചു തരണമെന്ന്? നിനക്ക് എങ്ങനെ പറയാൻ സാധിക്കും? സ്തോത്രം. ഹല്ലേലൂയ. എത്രാമത്തെ വാക്യം അവരുടെ വായിച്ച്? 9, 10-ാം വാക്യം. ഞാൻ പിതാവിലും പിതാവിന്നിലും ആകുന്നുവെന്ന് വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം സ്വന്തമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവിന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഹല്ലേലൂയ. പിതാവിന്റെ പ്രവൃത്തി ഞാൻ എന്ത് ചെയ്യാം? എന്താണോ പിതാവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് എന്നിലൂടെ വെളിപ്പെടുകയാണ്. എത്രാമത്തെ വാക്യം വായിച്ചു നിർത്തിയത്? 10. 11, 12 വായിച്ചാണ്. ഞാൻ പിതാവെന്നിലും എന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ എന്റെ പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ വിശ്വസിപ്പീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുന്നു, വിശ്വസിക്കുന്നവർ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തിയുടെ വലിപ്പം. ആരുടെ മേല ഈ ശക്തി വ്യാപരിക്കുന്നറിയാമോ? വിശ്വസിക്കാത്തവരുടെ പേര് ഒന്നും നടക്കത്തില്ല. അവൻ ഈ ദൈവവചനം വെറും പോഷത്വമായിട്ട് തോന്നും. മനസ്സിലാകുന്നുണ്ടോ? പല സമയങ്ങൾ വേർതിരിച്ച് എന്നെ കണ്ടുകൊണ്ടിരുന്ന ഒരുപാട് പേരും അവരോടായിട്ട് അപ്പയുടെ നാമത്തെ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വചനമായവന്റെ ശക്തി
വെളിപ്പെടുക തന്നെ ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. 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 ചില സൈൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. വചനമായ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ള ചില അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അടുത്ത് തന്നെ ഉണ്ടാവും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവൻ നിങ്ങളെ ഉറപ്പിക്കണം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. 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 അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവൻ നിങ്ങളെ ഉറപ്പിക്കണം. ആമേൻ. ഹല്ലേലൂയ. നടുക്ക് വെളിച്ചം നൽകിയവൻ, ഹല്ലേലൂയ. ആരംഭത്തിലെ അവസാനം എന്തെന്ന് അറിഞ്ഞവൻ, ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യത്തിൽ വിശ്വസിക്കുന്നവൻ മരണത്തെ പേടിക്കത്തില്ല. ആമേൻ. അവന്റെ ഹല്ലേലൂയ. സാന്നിധ്യത്തിൽ വിശ്വസിക്കുന്നവൻ രോഗത്തെ പേടിക്കത്തില്ല. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യത്തിൽ വിശ്വസിക്കുന്നവൻ ലോകത്തിൽ ചാഞ്ചാടി നടക്കുന്ന വസ്തുതകളുടെ മേൽ ഹല്ലേലൂയ അവൻ ഭയപ്പെടത്തില്ല. അവനൊന്ന് പറയാൻ കഴിയും, ഹല്ലേലൂയ സകലത്തെ സൃഷ്ടിച്ചവൻ അവന്റെ അവസാനം എന്ന് അവന് നല്ലവണ്ണം അറിയാം. അവനറിയാതെ ഒരു രോമം പോലും പൊഴിഞ്ഞു വീഴത്തില്ല. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ യേശുവിന്റെ നാമത്തിൽ കണ്ണുടച്ച് പ്രാർത്ഥിച്ചാട്ട്, യേശുവേ അപ്പാ തമ്പുരാനെ അപ്പാ ഹടിയോടൊപ്പം പ്രാർത്ഥിക്കുന്ന സകലരുടെ മേലും ഈ വചനത്തിന്റെ ശക്തികൾ വ്യാപനം വെളിപ്പെടട്ടെ. ബന്ധനങ്ങളെ അഴിക്കുന്ന പൈശാചിക വ്യാപാരങ്ങളെ തകർത്ത് കളയുന്ന ദൈവകൃപയുടെ സാന്നിധ്യം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ഇറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ലാസ്റ്റ് ടൈം മിനിസ്ട്രിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഞാൻ സകലരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വന്തം സ്വീകരിച്ചതിനെ ഓർത്ത് സ്നേഹം യേശു തമ്പുരാന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ.